ഹലോ ഹായ് എവ്രി വൺ വെൽക്കം ടു സ്റ്റെഫീസ് കളർ പാലറ്റ്. ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആണ്. ഈ ഒരു ബുക്ക് ഷെൽഫാണ് ഞാൻ അൺബോക്സ് ചെയ്യാനായിട്ട് പോകുന്നത്. ആമസോണിൽ നിന്ന് വാങ്ങിച്ചേക്കുന്നതാണ് ഈ ഒരു പാക്കേജ്. ഇത് ഞാൻ കുറേ റിസർച്ച് ചെയ്ത് കുറേ തപ്പിപ്പിടിച്ച് കണ്ടുപിടിച്ച ഒരു ബുക്ക് ഷെൽഫാണിത്. എൻ്റെ വർക്ക് സംബന്ധമായിട്ട് എനിക്ക് കുറേ ബുക്കുകളുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ ചെറുപറ കിടക്കുകയായിരുന്നു. അപ്പോൾ അതെങ്ങനെയെങ്കിലും എനിക്കൊന്ന് അടുക്കി വെക്കണമായിരുന്നു. ഞാൻ മാത്രമല്ല, ബുക്കാണ്, നല്ല വെയിറ്റ് ഉണ്ട്. അപ്പോൾ അത്രയും വെയിറ്റ് താങ്ങുന്ന ഒരു ബുക്ക് ഷെൽഫ് തന്നെ എനിക്ക് വേണം. അപ്പോൾ അത്രയും വെയിറ്റ് താങ്ങുന്ന ഒരു ബുക്ക് ഷെൽഫാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഇത് അത്ര അടിപൊളി ഒരു സാധനമാണ്. ഇത് ആമസോണിൽ ഞാൻ 6 തട്ടിൻ്റെ ബുക്ക് ഷെൽഫാണ് വാങ്ങിച്ചിരിക്കുന്നത്. സോ 6 എണ്ണത്തിൻ്റെതിന് 4999, 4999 രൂപ, 5000 രൂപയാണ് എനിക്കായത്. അതിൻ്റെ MRP അതിൽ കൊടുത്തിരിക്കുന്ന 8000 ആണ്. പക്ഷേ എനിക്ക് 5000 ആണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് കിട്ടിയത്. അതേപോലെ തന്നെ ഇതിൻ്റെ 4 ടയറിൻ്റെ ഉണ്ട്. 4 ടയറിൻ്റേത് വന്നിട്ട് MRP 7000 കിടക്കുന്ന വില 3829 ആണ്. പക്ഷേ എനിക്ക് കുറച്ചധികം ബുക്കുകൾ ഉണ്ടായതുകൊണ്ട് എന്തായാലും വാങ്ങല്ലേ. അപ്പോൾ ഞാൻ കുറേ ഇങ്ങനെ റിസർച്ച് ചെയ്ത് കുറേ ബ്രാൻഡിൻ്റെ ഒക്കെ റിവ്യൂ നോക്കി, അങ്ങനെ കുറേ റിവ്യൂസൊക്കെ കണ്ട് അങ്ങനെ ഞാൻ സെലക്ട് ചെയ്തതാണ്. അപ്പോൾ എന്തായാലും വാങ്ങുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് റേറ്റ് ആണെങ്കിൽ പോലും നമുക്ക് നമ്മുടെ യൂസ് നടക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ 6 ടയറിൻ്റെ 5000 റുപ്പീസിനാണ്, 5000 രൂപയ്ക്കാണ് ഞാൻ വാങ്ങിച്ചത്. പക്ഷേ അതിന് എനിക്കൊരു റിഗ്രറ്റും തോന്നില്ല, അത്രയ്ക്ക് വേർത്താണ്. സോ നിങ്ങൾക്ക് കാണാം, ഞാനിവിടെ അത് ഓർഡർ ചെയ്യുന്നത് കാണാനായിട്ട് സാധിക്കും. ഞാനത് അറേഞ്ച് ചെയ്യുമ്പോൾ സൈഡിൽ ഇതേപോലത്തെ 2 സ്റ്റാൻഡ് രീതിയിലാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ താഴെ വാക്വം ബുഷുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് സ്റ്റേബിളായിട്ട് ഒരിടത്ത് തന്നെ ഇങ്ങനെ നിന്നോളും. ആൻഡ് ഇതിൻ്റെ അകത്ത് അറ്റാച്ച് ചെയ്യാനുള്ള സ്ക്രൂസ്, അതേപോലെ അത് ടൈറ്റ് ചെയ്യാനുള്ള സ്പാനർ എല്ലാം അതിൻ്റെ അകത്ത് തന്നെ തന്നിട്ടുണ്ടായിരുന്നു. ഇത് അറ്റാച്ച് ചെയ്യേണ്ടതും അതേപോലെ തന്നെ അറേഞ്ച് ചെയ്യേണ്ടതുമായിട്ടുള്ള എങ്ങനെയാണെന്നും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടുള്ള മാനുവൽ ഉണ്ട്. പക്ഷെ അത് അത്ര നമുക്ക് ആവശ്യം വരുന്നില്ല. നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഈ ഒരു ഷെൽഫ് മെറ്റലിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്ര ക്വാളിറ്റി ഉണ്ട്, അത്രയും വെയിറ്റും ഉണ്ട്, നല്ല അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ബുക്ക് വെക്കുകയാണെങ്കിലും മറിഞ്ഞു പോവുകയോ അങ്ങനെ ഒരു പ്രശ്നവും വന്നിട്ടില്ല. പെയിൻറ്റും എനിക്കൊരു കുഴപ്പവും വന്നിട്ടില്ല. ഞാൻ അല്ലാത്ത അതിൻ്റെ അകത്ത് പല സാധനങ്ങളും വെയിറ്റ് ഉള്ളതും ഒക്കെ വെച്ചിട്ടും അതിൻ്റെ അകത്ത് സ്ക്രാച്ചസ് ഒന്നും തന്നെ എനിക്ക് വന്നിട്ടില്ല, പെയിൻ്റ് ഒന്നും തന്നെ പോയിട്ടില്ല. സോ അതുകൊണ്ട് ആ ഒരു രീതിയിലുള്ള ഒരു പേടിയും എനിക്കിപ്പം ഇല്ല. സ്റ്റേബിളായിട്ട് തന്നെ, അത്രയും വെയിറ്റ് ഇരുന്നിട്ട് സ്റ്റേബിളായിട്ട് തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. 101% എൻ്റെ ഉറപ്പ്. അത്രയും ഞാൻ റിസർച്ച് ചെയ്ത് ഒത്തിരി റിവ്യൂസ് നോക്കിയാണ് ഞാൻ വാങ്ങിച്ചത്. ആൻഡ് ഞാനിതിപ്പോൾ അൺബോക്സ് ചെയ്തിട്ട് ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. ഇപ്പം ഞാനിതൊരു യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടൊരു 4 മന്ത്സിനപ്പുറമായി. അപ്പോൾ അത് ഇതുവരെയും എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. സോ ഇതിൻ്റെ അകത്ത് കുറേ അധികം ഹോളുകളുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഈ ഒരു 6 പ്ലേറ്റുകൾ വെക്കുന്നതല്ലാതെ തന്നെ അതിൻ്റെ അകത്ത് കുറേ അധികം ഹോളുകളുണ്ട്. സോ നമുക്ക് അതിൻ്റെ ഇടയിലുള്ള ആ ഒരു ഗ്യാപ്പ് അഡ്ജസ്റ്റ് ചെയ്ത് ഇഷ്ടമുള്ളിടത്ത് നമുക്കിതിനെ അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. എല്ലാം ഏകദേശം ഒരേ സൈസിലെ ബുക്കുകളാണ് തന്നെയാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികം ഒന്നും അതിൻ്റെ അകത്ത് സ്പേസ് ഡിഫറെൻ്റ് ആയിട്ടൊന്നും വെച്ചിട്ടില്ല. ഞാൻ ട്രൈ ചെയ്ത് നോക്കി, പക്ഷേ എല്ലാം ഞാൻ അവസാനം ഒരേ ഡിസ്റ്റൻസ് തന്നെ ഓരോ ഹോള് വിട്ടിട്ടാണ്, ഇടയ്ക്ക് ഓരോ ഹോൾസ് വിട്ടിട്ടാണ് ഞാൻ അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇതും നമുക്കിഷ്ടമുള്ള രീതിയിൽ കയറ്റിയും ഇറക്കിയും ഒക്കെ തന്നെ നമുക്ക് അറേഞ്ച് ചെയ്യാവുന്നേ ഉള്ളൂ. ഇതിൻ്റെ സ്ക്രൂസ് എല്ലാം അത്രയും ക്വാളിറ്റിയാണ്, അത്രയും ടൈറ്റായിട്ട് തന്നെ ഇരിക്കും. നമുക്കതിൻ്റെ കൂട്ടത്തിൽ തന്നെ വരുന്നതാണ് ഇതിൻ്റെ ആ ഒരു സ്ക്രൂവും നട്ടും എല്ലാം. അപ്പോൾ അത് ജസ്റ്റ് നമ്മളൊന്ന് ടൈറ്റ് ചെയ്തിട്ട്, ഞാനിത് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് ടൈറ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഏറ്റവും അവസാനം സ്പാനർ കൊണ്ടും ടൈറ്റ് ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കാൻ വേണ്ടിയിട്ടും അതൊന്ന് കറക്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടുമാണ് ഇങ്ങനെ ഞാൻ ആദ്യം ഒന്ന് വെച്ച് നോക്കിയത്. ഞാൻ അവസാനം കാണിക്കുന്നുണ്ട്. അത്രമാത്രം ബുക്ക് ഇതിൻ്റെ അകത്ത് ഓർഗനൈസ് ചെയ്തിരിക്കുന്നു. പക്ഷേ അത്യാവശ്യം പല മോഡലും പല ക്വാളിറ്റിയിലും ഉള്ളത് ആമസോണിൽ കിട്ടും. പക്ഷെ എനിക്ക് അത്രയും കുറച്ച് ഇൻവെസ്റ്റ് ചെയ്തിട്ടായാലും കുറച്ച് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ളത് തന്നെ വേണമായിരുന്നു. ആൻഡ് ഇതിൻ്റെ തന്നെ 3 ടയറും ഞാൻ നോക്കിയിട്ട് സെയിം ക്വാളിറ്റി കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. പ്രൈസ് കുറച്ച് കുറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ആ ഒരു ഷെൽഫിൻ്റെ എണ്ണം കുറവായതുകൊണ്ട് സെയിം ക്വാളിറ്റി തന്നെ കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനത് നോക്കി ഇത് ഞാൻ കാർട്ടിലിട്ട് വെച്ചിരുന്നു. ഇടയ്ക്ക് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിപ്പോയി. പക്ഷേ അപ്പോൾ സ്റ്റോക്ക് വന്നപ്പോൾ തന്നെ ഞാൻ ഓർഡർ ചെയ്ത് എൻ്റെ ഒരു ഹൈറ്റിനെക്കാട്ടിലുണ്ട് അതിന് ഹൈറ്റ്.
സോ ദെൻ മുകളിൽ വെക്കുകയാണെങ്കിലും സാധനം വെക്കുകയായാലും ഈസി ആക്സസ് ആയിട്ട് നമുക്ക് എടുക്കാം. വളരെ യൂസ്ഫുൾ ആണ്. എന്തായാലും ഞാൻ ഇതിൻ്റെ ലിങ്ക് താഴെ ടാഗ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ലിങ്കിൽ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രോഡക്റ്റ് ഡയറക്റ്റ്ലി വാങ്ങാനായിട്ട് സാധിക്കും. അടിപൊളി സാധനമാണ്. എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഞാൻ അത്രയും റിസർച്ച് ചെയ്തിട്ട് എല്ലാ സാധനങ്ങളും വാങ്ങാറുള്ളൂ. കണ്ടോ, ഞാൻ അതിന് ശേഷം ഇത് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ ഒരു സ്റ്റാൻഡ് നിൽക്കുന്നത് ഇത്രയും ബുക്കുകളായിട്ടാണ്. അത്രയും ബുക്കുകൾ ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു കുഴപ്പവും വന്നിട്ടില്ല. അല്ലാതെ ഒരു ബെൻഡിങ്ങോ വേറെ പ്രശ്നങ്ങളോ ഒന്നും വന്നിട്ടില്ല. ചില ടെക്സ്റ്റ് ബുക്കുകൾക്കും ഗൈഡുകൾക്കും ഒക്കെ നീളക്കൂടുതൽ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ സൈഡിൽ അത് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. ബാക്കി എനിക്ക് ബുക്ക് ഷെൽഫിൽ വെക്കാൻ പറ്റുന്ന ബാക്കി എല്ലാ ബുക്സുകളും ഞാൻ അങ്ങനെ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ ഇങ്ങനെ ഒരു ബുക്ക് ഷെൽഫ് വാങ്ങാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഇതൊരു മസ്റ്റ് ബൈ പ്രോഡക്റ്റ് ആയിരിക്കും. ഞാൻ എന്തായാലും താഴെ ലിങ്ക് ഷെയർ ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഈ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനായിട്ടും ഷെയർ ചെയ്യാനായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും മറക്കരുത്. കൂടുതൽ ഇതേപോലത്തെ വീഡിയോസ് കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.